ഗൈസ്. സോ ഇന്ന് സമയം 9:15 നമുക്കിനി റെഡിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് കറങ്ങാൻ പോവാം. ഇപ്പോൾ ഇവിടെ എന്തോ കായലുണ്ടെന്ന് പറയണേ കേട്ടു. പിന്നെ ചമ്രോട്ടം പാലത്തിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ കർമ്മ റോഡിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ പൊന്നാനി ബീച്ച്, അവിടെ വേറെ എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞു. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരേണ്ട മെരുകൂടി ആവും. സോ അത്രേ ഉള്ളൂ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തന്നെ ഇറങ്ങാൻ പോകുകയാണ്. സോ ലെറ്റ്സ് വെളിയിലോട്ട് ഇറങ്ങി കഥ നോട്ടാം. സോ ഗൈസ് നമ്മളിവിടെ BM കായലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സൺടാൻ അടിക്കാതിരിക്കാനാണ് ഞാൻ ഈ സാധനം എടുത്തിട്ട്. അയ്യോ, പുഴുങ്ങാണ്, ചൂടെടുത്ത് വയ്യ. രാവിലെ ഇപ്പോൾ എത്ര മണി? 10 മണിയായി. നല്ല വെയിലുണ്ട്. സോ ഞാൻ കായൽ കാണിച്ചു തരാം. ഇവിടെ ഒരു തൊട്ടിപ്പാലല്ല, ഇതിന് വേറെന്താ, ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, തൂക്കുപാലം. ആൻഡ് ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇത് വൈകുന്നേരമാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ രാവിലെയാണ് വന്നത്. വൈകുന്നേരം വെയിലായിരിക്കുമെന്ന് വിചാരിച്ച്, പക്ഷെ എപ്പോഴും വെയിലാണ്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് തണുപ്പുള്ള എങ്ങോട്ടെങ്കിലും പോവാം. സോ നോക്കട്ടെ, ഈ സിപ്പ് ലൈനിലൊന്ന് പോകണമെന്നുണ്ട്, ബട്ട് ഇത് ക്ലോസ്ഡ് ആണ്. നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഇതുവഴി ഇങ്ങനെയൊക്കെ അൾട്രാ വൈഡ് ഇട്ടിട്ട് നടന്നു പോകുമ്പോൾ, ഓക്കെ, ബേസിക്കലി ഇവിടെ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ വരാൻ നല്ല രസമാണ്. ഇപ്പോഴും വെയിൽ കുറച്ച് ക്ലൗഡിയാണ്, എന്നാലും നല്ല ചൂടുണ്ട്. എനിക്കുണ്ടോ ഈ ചൂടടിക്കണം തീരെ ഇഷ്ടമില്ല. സോ ഇതാണ് ഇവിടുത്തെ പരിപാടി. നമുക്കിനി എന്താ ചെയ്യുക, ഒന്ന് നമ്മളൊന്ന് ആലോചിക്കട്ടെ. കുറച്ച് നേരം ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാം. ഗൈസ്, ഇവിടെ ബോട്ടിങ്, കയാക്കിങ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ബട്ട് നമ്മൾ വന്ന സമയം കുറച്ച് മാറിപ്പോയി. ഒരു കാറ്റ് പോലും അടിക്കണില്ല, അത്രയ്ക്ക് ചൂടാണ്. അയ്യോ, നമ്മൾ തൂക്കുപാലത്തിലോട്ട് കയറാൻ പോകണം. ഫസ്റ്റ് ടൈമാണ് തൂക്കുപാലത്തിൽ കയറാൻ പോകുന്നത്. വലത്ത് കയറി കയറേക്കാം. അയ്യോ, കുലുങ്ങുന്നുണ്ട് എന്ന് തോന്നുന്നു. ഓ ഗൈസ്, നടുക്കോട്ടെത്തുമ്പോഴത്തേക്കും കുലുങ്ങുന്നുണ്ട്. അയ്യോ, വെയിറ്റ്, നമുക്കിനി പതുക്കെ പോവാം. ഇത് അങ്ങറ്റം വരെ നമ്മൾ പോയായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്ന് ഈ സ്റ്റെപ്പ് വഴി കയറി ഇങ്ങ് വന്നു. എന്നിട്ട് നമ്മൾ ഇതുവഴി ഇനി അങ്ങോട്ട് പോകുന്നു. ഐഫോൺ എന്തോ പ്രശ്നമുണ്ട്. ഞാൻ സെൽഫി വീഡിയോ മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പായി പോകണം. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ സെയിം അവസ്ഥയായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഒന്നും റെക്കോർഡായിട്ടില്ല.
നമ്മൾ സക്സസ്ഫുള്ളി ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. തിരിച്ചെങ്ങനെ പോകുമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ഇവിടെ നിന്ന് സ്ലൈഡാണ്. ചറക്കി വീണ അടിപൊളിയായിരിക്കും. എന്തിനാണ് ഇപ്പം തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. എന്തിനാണെന്തോ കുറേ നേരം ഇവിടെ വന്ന് ഇനി തിരിച്ചു പോവാം. തിരിച്ചു പോവാം. ഇനി തണുപ്പുള്ള എവിടെ ഉണ്ട് ഇവിടെ? അയ്യോ, ഓക്കെ. സൈഡിലോട്ട് വരുമ്പോൾ കുഴപ്പമില്ല, സെൻറ്ററിലാണ് പ്രശ്നം. ഓക്കെ, ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും വലിയ പേടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. യൂസായിട്ട് മീൻസ് അവരെന്നത് വഴി നടന്നു പോകണല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ, കാരണം ഞാനാണ് സിപ്പ് ലൈനിൽ പോകണമെന്ന് വിചാരിക്കും. എന്താ ചെയ്യുക, ബട്ട് സിപ്പ് ലൈൻ ഇത്ര ഇല്ലെന്ന് തോന്നുന്നു. മറ്റേ കഴുത്തിൽ കൂടെ ഇടുന്ന സംഭവം, കഴുത്തിൽ കൂടെ അല്ലല്ലോ, ഷോൾഡറിൽ കൂടെ മറ്റേ സംഭവം ഇടുമ്പോൾ കുഴപ്പമില്ലാതെ പോകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് സിപ്പ് ലൈൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ബീച്ചിലോട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. ഗൈസ്, ബീച്ചിൽ പോകാം നമുക്ക്. സോ ബീച്ചിൽ പോവാം. ഓക്കെ ഗൈസ്, സുന്ദരകരമായ 30 മിനിറ്റിൻ്റെ വെയിൽ കൊള്ളലിച്ചതിന് ശേഷം നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുകയാണ്. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്, പക്ഷേ വെയിലുണ്ട്. മേ ബി ഞാൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചൂട് നന്നായിട്ട് അറിയണം. നമ്മൾ ഇനി അങ്ങോട്ട് പോകണേ, നടക്കുന്നത് ബീച്ച് അങ്ങോട്ട്. അല്ല, ഈ വഴി നേരെ പോയി അങ്ങോട്ട് പോകും. അവിടെ അതിൻ്റെ പാലമുണ്ട്. പിന്നെ അങ്ങോട്ട് പോകും. ഓക്കെ, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. ഞാൻ പ്ലാൻ ചെയ്യട്ടെ. നേരത്തെ കണ്ട കായലിന് മുന്നിലുള്ളൊരു പാലമുണ്ട്. നേരത്തെ പോയ പാർക്ക് പോലെയുള്ള വേറൊക്കെ പാർക്കിൽ തോന്നുകയാണ് ഇപ്പോൾ. അവിടെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നുന്നു. സോ ലൊക്കേഷൻ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് വേറൊരു ആ സെയിം കായലിൻ്റെ തന്നെ വേറൊരു പാർക്കിൽ വന്നിരിക്കുന്നത്. ഇവിടെയും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇവിടെ അവിടത്തെ പോലെയല്ല, ഇവിടെ കുറച്ച് കാറ്റുണ്ട്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഇവിടെ കണ്ട കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങ് അറ്റം വരെ വന്നിട്ടുണ്ട്. ടെക്നിക്കലി സ്പീക്കിംഗ് ഇവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ട്രിവാൻഡ്രത്തിരുന്ന് ബോറടിച്ചപ്പോഴാണ് ഇങ്ങ് വരാത്തത്. ഇവിടെ ആണെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ അവിടെ ഉള്ളത് അത്ര പോലും ഇല്ല. മീൻസ് ഇവിടെ ഒന്നും ഇല്ലയെന്നല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാവാം മേ ബി. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. എല്ലാ പാർക്കിൻ്റെ അവിടെ 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 17 വയസ്സ് 18 വയസ്സായവരൊക്കെ എന്ത് ചെയ്യും? പാവം. നമുക്കിനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഇവിടെ എന്തോ ഒരു പുളിയില പോലത്തെ എന്തോ ഉടപ്പുണ്ട്. എന്താ ഹൊറർ ഹൗസ്, ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ? അയ്യോ, ഒന്ന് തുറന്നു പോകും.
പാലത്തിലാണ് നിന്നത്. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നതാണ്. നമുക്കിനി ഇതുവഴി ചുറ്റിപ്പോവാം. ഇവിടെ ആട്. ഹായ്, ഹലോ. ആട്ടിൻകുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ തിയേറ്റർ പോലത്തെ സെറ്റപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇവിടെ കയറാമെന്ന് പറയാം. ക്വാഡ്രന്റ് ഗൈസ്, നമ്മൾ അവിടെ നിന്ന് അങ്ങനെ സ്കൂട്ടായിട്ടുണ്ട്. ഈ കാലത്ത് കൂടെയാണ് നേരത്തെ നമ്മൾ നടന്നു പോയത്. ഇതാണ് BM കായൽ. അങ്ങോട്ടാണ് നേരത്തെ നമ്മൾ പോയ തൂക്കുപാലം. ആ സൈഡിലോട്ടാണ് നേരത്തെ വരെ തൂക്കുപാലം ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിനി ഇന്നലെ പോയ കർമ്മയിലോട്ട് പോകുകയാണ്. സോ ഇന്നലെ പോയ കർമ്മ ആ റോഡിലൂടെ, മീൻസ് ആ റോഡിലേക്ക് പോകുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം പാർക്കിലൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ പൊന്നാനി, ഇതല്ലേ പൊന്നാനിയല്ലേ ഇവിടെ, ചമ്രവട്ടം ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇത് ഈ പോകുന്നത് ബൈപ്പാസാണ്. സോ മീൻസ് നമ്മൾ ഇന്നലെ പോയില്ലേ രാത്രി, അവിടെ പോയിട്ട് വേറെ ഏതോ വഴി കൂടെയൊക്കെ നമ്മൾ ബീച്ചിലെത്തും. എന്തായാലും അവസാനം ബീച്ചിലെത്തും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. RV പാലസ് റെസ്റ്റോറൻറ്റ്. ഫസ്റ്റ് ഫ്ലോറിലെ റൂമാണ് നമ്മൾ. ഓക്കെ, നമുക്ക് ഇന്നലെ പോയ സ്ഥലത്തേക്ക് പോവാം. പൊന്നാനി ഹാർബറിലോട്ട് റൈറ്റ്. നമ്മൾ ഹാർബറിൻ്റെ അകത്ത് വരുന്നത്. ഹാർബറിൻ്റെ പെട്രോൾ പമ്പ്, ഡീസൽ പമ്പ്. ഓക്കെ, അത് ഹാർബർ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹാർബറിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഫുള്ള് ബോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ബോട്ടെല്ലാം അടുത്ത് കാണുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ വിഴിഞ്ഞമല്ല, പൊന്നാനി ബീച്ച് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഫോണിലൊരു കോക്കനട്ടും കാണാൻ പറ്റുള്ള അത്രയ്ക്ക് വെയിലാണ്. ഇനി ഇവിടെയൊക്കെ മറ്റേ ചിപ്പി പോലത്തെ എന്തോ ഇതെന്താ ചിപ്പിയല്ലേ, അങ്ങനത്തെ ഇഷ്ടംപോലെ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഇഷ്ടംപോലെയുണ്ട്. ഇത് ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്, പൊന്നാനി ലൈറ്റ് ഹൗസ്. സോ നമുക്ക് അങ്ങോട്ട് ഒക്കെ പോകാം.
ഇവിടെയൊക്കെ എന്തൊരു വെയിലാണ്. എൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ബീച്ചിലും മരുഭൂമിയിലും വരെ മഞ്ഞ് പെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ചൂട് ഇഷ്ടമില്ല. ബട്ട് കേരളത്തിൻ്റെ കാലാവസ്ഥ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. സോ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, നമ്മൾ വീണ്ടും ചമ്മറോട്ടം പാടം കയറാൻ പോകുന്നത്. ചമ്മറവട്ടം ആ കടയിൽ നിന്നാണ് ബിരിയാണി കഴിച്ചത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു. സോ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നേരെ റൂമിൽ പോയി കിടന്നോളാം. കുറച്ച് എഡിറ്റ് ചെയ്യാൻ ഇന്നലെ കണ്ട വീഡിയോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്താലേ നിങ്ങൾ നാളെ കാണത്തുള്ളൂ. അതായത് ഇന്ന് 3 4-ാം തീയതി നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ 4-ാം തീയതി നിങ്ങൾ ആ വീഡിയോ കാണണമെങ്കിൽ 3-ാം തീയതി ഞാൻ എഡിറ്റ് ചെയ്താലേ ഉള്ളൂ. സോ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്താൽ നിങ്ങൾ 4-ാം തീയതി കാണും. സോ നമുക്ക് റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ സമയം 4:45 ആയിട്ടുണ്ട്. നമുക്ക് ട്രെയിന് രാത്രി 11:15 ഇവിടെ നിന്ന് ഗുരുവായൂരിലോട്ട് ബസ് 6 മണിക്ക് എന്തോ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സമയത്ത് മാത്രമേ ബസ്സുള്ളൂ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ചെന്നിട്ട് അവിടെ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറത്തെ വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രെയിൻ. ഓക്കെ, 11:15 ഗുരുവായൂർ ചെന്നൈ, അതിന് കയറി നമ്മൾ നെയ്യാറ്റിൻകര. സോ അതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യട്ടെ. ഞാൻ ഹാരി പോട്ടർ. സോ ഗൈസ്, നല്ല ബോറ് ഹെയർ സ്റ്റൈല്. അതത് കോഴിക്കോട് ഫാസ്റ്റ് പാസഞ്ചർ. ഓക്കെ, നമ്മൾ പപ്പയുടെ ഓഫീസിലോട്ട് പോകുവാണ്. അവിടെ സ്കൂട്ടർ വെച്ചിട്ട് അവിടെ നിന്ന് 6:30 ബസ്സിൽ പിള്ളേരൊക്കെ നോക്കണം. അവിടെ നിന്ന് 6:30 ബസ്സിൽ ഗുരുവായൂരോട്ട് പോകും. അവിടെ 7:30 ആകുമ്പോൾ എത്തും. 7:30, 8:30, 9:30, 10:30, 11:15. ഏകദേശം ഒരു 4-4.15 മണിക്കൂർ അവിടെ പോസ്റ്റാണ്. ഇപ്പം നമ്മൾ ചമ്രവട്ടം ജംഗ്ഷനെത്തി. ബൈപ്പാസ് ഫ്ലൈ ഓവർ. ആൻഡ് ഇവിടെ നിന്ന് റൈറ്റ്. ഞാൻ സൺസ്ക്രീൻ ആക്കില്ല, നല്ല വെയിലുണ്ട്. ഇവിടെ ഫുള്ള് എലക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഇവിടെ ഫുള്ള് കണ്ടില്ലേ, എലക്ഷൻ്റെ പ്രചരണമാണ് എന്നാണ് തോന്നണേ. 10 മിനിറ്റ് മുമ്പേ ഞാൻ കുളിച്ചതേ ഉള്ളൂ. ഇപ്പോഴേ വേർത്തൊഴുകണം. ഓക്കെ, വീണ്ടും വെയിൽ. സോ നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോട്ടെ ഗൈസ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. സോ ഗൈസ്, പെട്ടിയും കിടക്കിയല്ലായിട്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഇപ്പോൾ സമയം എത്രയും 9 മണി. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും തുറക്കുക. 11:15 ട്രെയിൻ എടുക്കുന്നത്. ഇത് B3 ആണ് നമ്മുടെ കോച്ച്. തൊട്ടപ്പുറത്തെ കോച്ചാണ്. സോ ലെറ്റ്സ് സിറ്റ് ആൻഡ് ചിൽ. തുറന്നിരുന്നെങ്കിൽ എപ്പോൾ അപ്പുറത്തേക്ക് കയറുക, കിടന്നുറങ്ങുക, സിമ്പിൾ. രാവിലെ 5:30 ആകുമ്പോൾ നെയ്യാറ്റിൻകര എത്തും, ലേറ്റായില്ലെങ്കിൽ. 5:40 സംതിങ് ആണ്. സോ വാട്ടോ, നമുക്കിനി ട്രെയിനിൽ കയറിയിട്ട് കോച്ചെല്ലാം കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ കോച്ച് B3.
2015 അതിൻ്റെ അപ്പുറത്തെ കോച്ച് 20 വർഷം മുമ്പ് ഉണ്ടാക്കിയ കോച്ചാണ്. ഓക്കെ, നേരത്തെ ആൾക്കാർ വന്നുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്. ഇതാണ് നമ്മുടെ കോച്ച് B3 അൾട്രാവൈഡ്. ഓക്കെ, നമുക്ക് 32 40 എൻ്റെ ഈ അപ്പർ ബർത്താണ്. അപ്പരത് ഈ മിഡിൽ. സോ ഗൈസ്, നമ്മൾ നെയ്യാറ്റിൻകര എത്തിയിരിക്കുവാണ്. അപ്പുറത്ത് കണ്ട പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പണിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെ പ്ലാറ്റ്ഫോം എത്തിയല്ലോ. ഞാൻ ചോളാം അങ്ങോട്ടല്ല, അവിടെ പോയി കയറാൻ പറ്റും. വേണ്ട, ഞാൻ വെച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ വെറും 1 മണിക്കൂർ ലേറ്റായിട്ട് നെയ്യാറ്റിൻകര എത്തിയിരിക്കുകയാണ്. B3 നമുക്കിന്ന് വീട്ടിൽ പോകാം, വിശക്കണം. സോ ഗൈസ്, നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര റിവേഴ്സാണ്, റിവേഴ്സല്ല, ഇൻവേർട്ടഡ് ആയിട്ടാണ്. ആൻഡ് സത്യം പറയാം, ഈ ലാപ്ടോപ്പിന് ഇത്രയും വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയണത്. 2.5 കിലോ വെയിറ്റ് എന്തോ ഉണ്ട്. മീൻസ് 2.5 കിലോ അല്ലേ എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് നല്ല വെയിറ്റ് ഉണ്ട്, അൺസഹിക്കബിളാണ്. ആൻഡ് ഇപ്പോൾ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഉറക്കത്തിൻ്റെ നല്ല ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. പല്ല് തേച്ചിട്ടില്ല, അതെല്ലാം ഇനി വീട്ടിൽ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എൻഡ് ചെയ്യാം. ഫൺ ഫാക്റ്റ്, പുതുക്കാട് വെച്ചിട്ട് രാജറാണി എക്സ്പ്രസ് നമ്മളെ കയറി ഓവർടേക്ക് അടിച്ച്, എന്നിട്ടത് കോട്ടയം വഴി ചുറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ ആലപ്പുഴ വഴി നേരത്തെ കയറുന്നു. മീൻസ് നമ്മൾ വീണ്ടും രാജറാണിനെ ഓവർടേക്ക് ചെയ്തു. ചുമ്മാ രസം പറയാനാണ്. ഓക്കെ, അങ്ങനെ സംഭവബഹുലമായ തിരൂർ യാത്ര. ഒരു മിനിറ്റ്, തിരൂർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ സ്റ്റാൻഡ് അവിടെ ഗൈസ്, ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരൂർ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിരുന്നു. 1 മണിക്കൂർ പുതുക്കാട് വെച്ചിട്ട് നമ്മൾ ഒതുക്കിയിട്ട് രാജറാണി എക്സ്പ്രസ് കയറ്റി വിട്ടു. അപ്പോൾ അവിടെ 20 മിനിറ്റ് ലേറ്റായി. പിന്നെ എങ്ങനെ ലേറ്റായെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ പിന്നെ പഴയ കോച്ച് ഇതെന്താ ഇങ്ങനെ, സോ ഉറക്കമൊക്കെ കണക്കായിരുന്നു. ഈ ICF കോച്ചായിരുന്നു, പഴയ നീല കോച്ച്, പെയിൻ്റ് അടിച്ച് നശിപ്പിച്ച് മഞ്ഞയാക്കിയില്ലേ, ആ കോച്ചായിരുന്നു. സോ അതിങ്ങനെ നല്ല 100 km/h സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങി കടകടാന്ന് അടിക്കും. അതുകൊണ്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല.
എന്ന് പറഞ്ഞാൽ ഉറങ്ങിയില്ലെന്നല്ല, കുറേ ഒരു 1-2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. ട്രെയിൻ കറക്റ്റ് 1 മണിക്കൂർ ലേറ്റായിട്ടുണ്ട്. ലേറ്റായിട്ടാണ് ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഒരു 5:50 ആകുമ്പോൾ എത്തേണ്ടതാണ്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഞാൻ സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും കറക്റ്റായില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേനല്ല എല്ലാവരും പറയണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതൊക്കെ ചെയ്യുക. ആൻഡ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.